ദുരിതത്തിലായി കോഴിക്കോട് ജില്ലയിലെ ഡയാലിസിസ് രോഗികൾ. ഡയാലിസിസിന് സർക്കാർ സഹായം ഭാഗികമായി മുടങ്ങിയിട്ട് 2 മാസത്തിലേറെയായിട്ടും പരിഹാരമായിട്ടില്ല. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി രോഗികൾ രംഗത്തെത്തി. പെരിറ്റോണിയൽ വിഭാഗത്തിൽപ്പെടുന്ന ഡയാലിസിസ് രോഗികളാണ് സഹായം ലഭിക്കാത്തത് മൂലം പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഒരു ദിവസം ഏകദേശം 1300 രൂപയാണ് ഇവർക്ക് ഡയാലിസിസിന് വേണ്ടി ചെലവ് വരുന്നത്. ഡയാലിസിസിന് വേണ്ടി വരുന്ന മരുന്നുകളടക്കം എല്ലാ മാസവും ബീച്ച് ആശുപത്രിയിൽ നിന്ന് സൗജന്യമായി ലഭിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 മാസമായി മാസത്തിൽ 15 ദിവസത്തേക്കുള്ള മരുന്ന് മാത്രമാണ് ലഭിക്കുന്നതെന്നാണ് രോഗികൾ പറയുന്നത്. ദിവസം എനിക്കൊരു 1300 രൂപയോളം ചെലവ് വരും. ബീച്ച് ഹോസ്പിറ്റലിൽ അവർക്ക് സ്റ്റോക്ക് എത്രയാണോ കിട്ടുന്നത് അതിനനുസരിച്ച് ഏത് ഫ്ലൂയിഡാണ് വരുന്നതെന്ന് വെച്ചാൽ ആ ഫ്ലൂയിഡ് അവർ ഫോൺ ചെയ്യും. ഞങ്ങൾ പോയിട്ട് ഡോക്ടറെ അടുത്ത് പ്രിസ്ക്രിപ്ഷൻ വാങ്ങി എടുക്കുക ചെയ്യാറ്. അപ്പോൾ സാധാരണ ഒരു മാസത്തേക്കുള്ളത് തരുന്ന ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ഇപ്പോൾ ഒരു 2 മാസമായിട്ട് ഇപ്പോൾ വളരെ കുറച്ചേ വരുന്നുള്ളൂ. അതൊരു 5 ദിവസത്തേക്കൊക്കെ ഉള്ള ഫ്ലൂയിഡേ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ ബാക്കി 5 ദിവസത്തേക്കുള്ള ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് ചെയ്യണം. ജില്ലയിൽ ഏകദേശം 60ഓളം രോഗികളാണ് ഈ വിഭാഗത്തിൽ ചികിത്സ തേടുന്നത്. ആശുപത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ സ്റ്റോക്കിന്റെ അഭാവമുണ്ടെന്ന് അധികൃതർ അറിയിച്ചെന്നാണ് രോഗികൾ പറയുന്നത്. കാരണം അതായത് ഷോർട്ട് സപ്ലൈ ആണ്, സാധനം വരുന്നത് കുറവാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതായത് ഇതൊന്ന് റെഗുലറായിട്ട് സപ്ലൈ ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി തരണം. ഹിമോഡയാലിസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇതാവുന്ന സമയത്ത് നമുക്ക് വീട്ടിലിരുന്നിട്ട് ഒരാൾ സഹായിക്കാനുണ്ടെങ്കിൽ പ്രായമുള്ളവർക്കാണെങ്കിൽ ചെയ്യാം. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രശ്നത്തിന്റെ കാരണമെന്നാണ് ആരോപണം. പ്രശ്നപരിഹാരത്തിനായി സർക്കാരിനെ സമീപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് രോഗികൾ. ജനം, കോഴിക്കോട്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുന്നുണ്ട്. ആനന്ദ്, വിശദാംശം. വിധത്തിൽ തന്നെയാണ് കഴിഞ്ഞ 2 മാസമായി കോഴിക്കോട് ജില്ലയിലെ ഏകദേശം 60ഓളം വരുന്ന ഡയാലിസിസ് രോഗികൾ, പ്രത്യേകിച്ച് പെരിറ്റോണിയൽ വിഭാഗത്തിൽപ്പെടുന്ന ഡയാലിസിസ് രോഗികളാണ് ഇത്തരത്തിൽ ഒരു ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 2 വർഷമായി അടക്കം വീടുകളിൽ ഇരുന്ന് ഡയാലിസിസ് ചെയ്യുന്ന രോഗികളാണ് ഇപ്പോൾ ഏറെ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത്. അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ഈ പെരിറ്റോണിയൽ വിഭാഗത്തിലെ ഡയാലിസിസിന് വേണ്ടി വരുന്ന എല്ലാ ലിക്വിഡുകളും ഫ്ലൂയിഡുകളും കൃത്യമായി തന്നെ ആശുപത്രിയിൽ നിന്ന് ഇവർക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 മാസമായി ഏകദേശം 15 ദിവസത്തേക്കുള്ള ഈ ലിക്വിഡുകൾ, മരുന്നുകൾ മാത്രമാണ് ആശുപത്രി അധികൃതർ നൽകുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഏകദേശം ഒരു ദിവസത്തേക്ക് വേണ്ടി 1300ഓളം രൂപ പുറമേ നിന്ന് ഇത്തരത്തിലുള്ള മരുന്നുകൾ വാങ്ങുമ്പോൾ ഇവർക്ക് ചെലവ് വരുന്നുണ്ട്. ഏകദേശം 45,000 രൂപയോളം ആ തരത്തിൽ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഒരു മാസത്തേക്ക് ഈ രോഗികൾക്ക് ചെലവ് വരുന്നുണ്ട്. അപ്പോൾ നിർധനരായ രോഗികളെ സംബന്ധിച്ചിടത്തോളം 45,000 രൂപ ഒരുപക്ഷെ അവരുടെ ഒരു ദിവസത്തെ കൂലി പോലും 700-800 രൂപയിൽ നിൽക്കുന്ന സമയത്താണ് 45,000 രൂപ മരുന്നുകൾക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 15 ദിവസത്തേക്കുള്ള മരുന്നുകൾ അധികൃതർ, അതായത് ആശുപത്രി അധികൃതർ നൽകുന്നുണ്ടെന്ന് അറിയിക്കുന്നുണ്ടെങ്കിലും ബാക്കി 15 ദിവസത്തെ മരുന്നുകൾ പുറമെ നിന്ന് വാങ്ങേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അപ്പോൾ ഏകദേശം 20,000 രൂപ മരുന്നുകൾക്ക് വേണ്ടി മാത്രം ചെലവഴിക്കേണ്ട ആവശ്യം. നിർധനരായിട്ടുള്ള ഒരുപാട് രോഗികൾ ഇപ്പോൾ വളരെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും നമ്മളോട് കോൺടാക്ട് ചെയ്തുകൊണ്ട് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിൽ. ആനന്ദ് തുടരുക. ഇപ്പോൾ ഡയാലിസിസ് രോഗിയായ രാമൻകുട്ടി കൂടി ചേരുന്നുണ്ട്. ശ്രീ രാമൻകുട്ടി, ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രധാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഈ ഡയാലിസിസ് രോഗികൾക്ക് സഹായം ലഭിച്ചിട്ട് എന്നുള്ള വാർത്ത. താങ്കളുടെ പ്രതികരണം. കഴിഞ്ഞ 1.5 വർഷമായിട്ട് പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്തിരുന്ന ആളാണ്. താങ്കളെ ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു പ്രശ്നം ബാധിച്ചിരിക്കുന്നത്? എനിക്ക് ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ ഒരു 2 മാസമായിട്ട് മുഴുവൻ ആവശ്യത്തിനുള്ളത് കിട്ടുന്നില്ല. ആശുപത്രി അധികൃതർ എന്താണ് താങ്കളോട് പറയുന്നത് ഇതിനെപ്പറ്റി? ഹലോ, ആശുപത്രി അധികൃതർ എന്താണ് താങ്കളോട് ഇതിനെപ്പറ്റി പറയുന്നത്? ഷോർട്ട് സപ്ലൈ ആണ് ഫ്ലൂയിഡ് എന്നാ പറയുന്നത്. താങ്കൾ ഏതെങ്കിലും രീതിയിൽ ഇതിന് പരാതിപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ? അവിടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടല്ലാണ്ട് പരാതിയൊന്നും കൊടുത്തിട്ടില്ല. എന്നെ പോലെ എത്രയോ പേരെങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ട്. എത്ര നാളായി കാണും? ജില്ലയിൽ തന്നെ 60-70 പേര് ഈ ബീച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഈ ഫ്ലൂയിഡ് വാങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. അവർക്കെല്ലാം വിഷമാണ്. അതെ, ഇപ്പോൾ എത്ര നാളായി കാണും ഏകദേശം ഈ ഒരു? 2 മാസമായിട്ടേ ഉള്ളൂ. 2 മാസം. അതെ, ശരി. വളരെ നന്ദി ശ്രീരാമൻകുട്ടി, ഈ നിമിഷം നമ്മളോടൊപ്പം പ്രതികരിച്ചതിന്.
വീണ്ടും ആനന്ദിലേക്ക്. ആനന്ദ്, ഇപ്പോൾ ഡയാലിസിസ് രോഗി കൂടിയായ രാമൻകുട്ടി പ്രതികരിച്ചിരിക്കുന്നത് 2 മാസമായിട്ട് ഈ ഒരു സഹായം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആശുപത്രി അധികൃതർ ഒരു ഷോർട്ട് സപ്ലൈ എന്ന കാരണത്തെ ചൊല്ലിയാണ് ഒഴിഞ്ഞു മാറുന്നത്. തീർച്ചയായും അദ്ദേഹം നമ്മളെ അറിയിച്ചതും അത് തന്നെയാണ്. മരുന്നിന് വേണ്ടി ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ ഷോർട്ട് സപ്ലൈ ആണ്, സ്റ്റോക്ക് ഇല്ല എന്നൊരു കാരണം പറഞ്ഞുകൊണ്ട് തന്നെയാണ് തിരിച്ചയക്കുന്നത്. ഇദ്ദേഹത്തെ പോലുള്ള ഏകദേശം 60ഓളം രോഗികൾ ബീച്ച് ആശുപത്രിയിൽ നിന്ന് മാത്രം ഈ ഒരു പെരിറ്റോണിയൽ വിഭാഗത്തിലെ മരുന്നുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മാസങ്ങളായി വർഷങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തെ മൊത്തത്തിൽ ഇത്തരത്തിലുള്ള രോഗികൾ ഈ ഒരു ദുരിതത്തിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യത്തിൽ കൂടി നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും 1300 രൂപ ഈ മരുന്നുകൾക്ക് വേണ്ടി മാത്രം പുറമേ നിന്ന് ചെലവഴിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം പലരും കടക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അന്വേഷിച്ച പലരും നമ്മളോട് പറയാൻ വേണ്ടി കഴിഞ്ഞത് സർക്കാരിലേക്ക് പരാതികളുമായി പോകും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റു വഴികളില്ല. പ്രത്യേകിച്ച് നിർധനരായ ദിവസവേതനക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം 1300 രൂപ എന്ന് പറയുന്നത് അവരുടെ ചെലവുകൾക്ക് അവരുടെ ഒരു ദിവസത്തെ ഇരട്ടിക്കൂലി അല്ലെങ്കിൽ കൂലിയേക്കാൾ ഒരു 300-400 രൂപ അധികം വരുന്ന ഒരു തുക തന്നെയാണ്. അവരാണ് ഇപ്പോൾ ഏറ്റവും ദുരിതത്തിലായിരിക്കുന്നത്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു മരുന്നുകൾക്കടക്കം ഷോർട്ട് സപ്ലൈ, അതായത് ഏറ്റവും ജീവൻ രക്ഷാ മരുന്നുകൾക്കടക്കം ഈ ഷോർട്ട് സപ്ലൈ വരുന്നുണ്ടോ എന്നുള്ള സംശയത്തിലേക്ക് തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ സാധാരണക്കാരുടെ ജീവിതം വളരെ ദുരിതത്തിലാവും എന്ന് തന്നെയാണ് ഒരുപക്ഷെ ഈ വാർത്ത നമ്മളോട് പറയുന്നത്. ആനന്ദ്, ഈ ഒരു വാർത്ത നമ്മൾ സമീപിക്കുമ്പോൾ ആരോഗ്യ വകുപ്പിനെ കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. കാരണം കുറച്ച് നാളുകളായി ആരോഗ്യ വകുപ്പിനെ കുറിച്ച് ഇത്തരത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ലക്ഷ്മി, ആരോഗ്യവകുപ്പ് പ്രതികരണം അടക്കം നമ്മൾ തേടിയിരുന്നു. പലരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഉടനെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിലടക്കം നമ്മൾ ഈ വിഷയം കൊണ്ടുവരും. നമുക്കറിയാം, കേരളം നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും സാധാരണക്കാരായ രോഗികളുടെ ഒരു സ്ഥിതി തന്നെയാണ് നമ്മളിപ്പോൾ നേർക്കാഴ്ചയായി നമുക്ക് മുന്നിൽ വാർത്തകളായി അടക്കം വന്നുകൊണ്ടിരിക്കുന്നത്. ഹീമോഡയാലിസിസ് അദ്ദേഹത്തിന്റെ ഭാവനയിൽ അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഹീമോഡയാലിസിസ് ആണ്. ഈ ഹീമോഡയാലിസിസ് തുടരുക. ഇപ്പോൾ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗണേഷ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ഗണേഷ്, ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഡയാലിസിസ് രോഗികൾ 2 മാസമായിട്ട് ദുരിതത്തിലായിരിക്കുകയാണ്. സർക്കാരിന്റെ സഹായം പൂർണ്ണമായി ലഭിച്ചിട്ട് കുറച്ച് നാളുകളായി എന്ന് പറയുന്നു. താങ്കളുടെ പ്രതികരണം? കോഴിക്കോട് ജില്ലയിലെ ഡയാലിസിസ് രോഗികൾക്ക് വലിയ സഹായമായി മാറേണ്ടതായിരുന്നു ഈ പദ്ധതി. പക്ഷേ ഈ സർക്കാരിന്റെ അനാസ്ഥ മൂലം, പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥ മൂലം ആണ് ഈ ഡയാലിസിസ് പദ്ധതി രോഗികൾക്ക് കിട്ടേണ്ട സഹായങ്ങൾ ലഭിക്കാതിരിക്കുന്നത്. ഇത് സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിന്റെ ഒരു അനാസ്ഥ മൂലമാണ്. കാരണം ആരോഗ്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ഒരു 32 ദിവസമായി നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടിട്ട് തിരുവനന്തപുരത്ത് നിൽക്കുന്നില്ല. ഇത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട മന്ത്രി നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് പുറത്തു പോകുമ്പോൾ ഇത്തരം ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുടങ്ങുകയാണ്. ഇത് വലിയ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ രോഗികളാണ്. വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വലിയ സാമ്പത്തികമായിട്ട് വലിയ ഹോസ്പിറ്റലുകളൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇത്തരം ആരോഗ്യവകുപ്പ് ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നത് എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ കുറെ കാലമായിട്ട് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ സർക്കാരിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ഇത്തരത്തിലുള്ള പദ്ധതികൾ പലതും മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ്. ഇത് പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നോ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാവുന്നില്ല എന്നത് വലിയ പ്രതിഷേധാർഹമാണ്. ശക്തമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഈ കാര്യത്തിൽ സർക്കാർ എടുക്കേണ്ടത്, ആരോഗ്യവകുപ്പ് എടുക്കേണ്ടത്. അതെടുക്കാതെ രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം നടപടികൾ വലിയ പ്രതിഷേധം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നവകേരള യാത്രയുമായി ചുറ്റിക്കറങ്ങി നടന്ന കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇത്തരം പ്രശ്നങ്ങളിൽ ഇത്തരം സാധാരണക്കാരായിട്ടുള്ള രോഗികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതാണ് പ്രധാനമായും ചെയ്യേണ്ടത്. അല്ലാതെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ പോയി ഭക്ഷണം കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ആശുപത്രികൾ സന്ദർശിച്ചത് കൊണ്ടോ ഒന്നും പരിഹാരം കാണുകയില്ല. മന്ത്രി എത്രയും പെട്ടെന്ന് ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക്
ഇതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. എല്ലാ മേഖലയിലും, സർക്കാരിന്റെ എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള കുത്തഴിഞ്ഞ, കാരണം നവകേരളവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ്, നൂറുകണക്കിന് ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ്. അതേപോലെ തന്നെയാണ് ആരോഗ്യവകുപ്പിലെയും സ്ഥിതികൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ഫയലുകളിലുള്ള പ്രശ്നപരിഹാരം നടത്താതെ ഒഴിഞ്ഞു മാറിയത് അതുകൊണ്ട് ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള രോഗികൾക്ക് അവർക്കുള്ള സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. മനുഷ്യത്വപരമായിട്ടുള്ള ഒരു നടപടിയാണ് ഇതിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എത്രയും പെട്ടെന്ന് ഗണേഷ്, ഈ വിഷയം നമ്മൾ നവകേരളയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ കഴിഞ്ഞ ദിവസം കൂടി കണ്ടതാണ് ഈ നവകേരള ബസ്, അതുപോലെ തന്നെ ഹെലികോപ്റ്റർ, അതുപോലെയുള്ള കാര്യങ്ങളും. ഇപ്പൊ ഈ സ്റ്റോക്ക് സപ്ലൈയുടെ കുറവ് മൂലമാണ് എന്ന് ഈ ഒരു പ്രശ്നത്തെ സമീപിക്കുമ്പോൾ നവകേരളയിലെ ധൂർത്തുകൂടി ഇതിൽ എടുത്തു പറയേണ്ടതുണ്ട്. തീർച്ചയായും. കാരണം ഈ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ കാരവാൻ വേണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഉദ്യോഗസ്ഥർക്ക് സർക്കാർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്, ADGPയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഇത്തരം ഇത് കൊടുക്കുന്ന സമയത്ത് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് സഹായമാവേണ്ട പദ്ധതിയിൽ അവർക്ക് പണമില്ല എന്ന് പറഞ്ഞ്, സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇവിടെ സഞ്ചരിക്കുവാൻ, ഇവിടെ വലിയ തോതിലുള്ള പണം ചെലവാക്കി കാരവാൻ, നവകേരള യാത്രയിൽ സഞ്ചരിക്കുന്നതിന് വലിയ കോടികൾ മുടക്കിയിട്ടുള്ള ബസ്, ഇവിടെ ഹെലികോപ്റ്റർ, ഇത്തരമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. മന്ത്രിമാർക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും അടക്കമുള്ള മന്ത്രിസഭയിലെ അംഗങ്ങൾക്കൊക്കെ വലിയ തോതിൽ ആരോഗ്യ കാരണങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം കണ്ണട വാങ്ങാൻ വേണ്ടി ചെലവാക്കിയ പണം എത്രയാണ് എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പൊ ഇത്തരത്തിൽ കണ്ണട മേടിക്കുവാനും പല്ല് ക്ലീൻ ചെയ്യുവാനും ഒക്കെ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിയുടെ വീട്ടിൽ തൊഴുത്ത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടും കുളം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടും കോടികൾ ചെലവാക്കുമ്പോഴാണ് സാധാരണക്കാരന്റെ അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ സർക്കാരിന് ഒരു താല്പര്യവുമില്ല എന്നതാണ്. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ സാധാരണക്കാരന്റെ ആരോഗ്യ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒരു താല്പര്യവും ഈ സർക്കാരിനില്ല എന്ന് സൂചിപ്പിക്കുന്ന നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അതാണ് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ ഇപ്പോൾ അവസാനം ഉണ്ടായിരിക്കുന്നത്. ഇത് കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും, ഇത് ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള കുത്തഴിഞ്ഞ ഒരു സംവിധാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു. നവകേരള യാത്ര കൊണ്ട് ഈ സാധാരണക്കാരനുണ്ടായ നേട്ടം എന്ന് പറയുന്നത് അവന്റെ സാമ്പത്തികമായിട്ടും അവന് ആരോഗ്യപരമായിട്ടും എല്ലാം തുലഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണം. സാധാരണക്കാരന്റെ പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നമാണ്. കാരണം ഇത്തരം രോഗികൾ കിട്ടേണ്ട മാനുഷികമായ പരിഗണന ലഭിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ ഗണേഷ്, ഈ നിമിഷം ജനം ടിയോട് പ്രതികരിച്ചതിന്. വീണ്ടും ആനന്ദിലേക്കാണ്. ആനന്ദ്, ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യവകുപ്പാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. കാരണം നവകേരളയുമായി ബന്ധപ്പെട്ട് ധൂർത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പരിഹരിക്കുന്നതിന് വേണ്ടി കേരളം മുഴുവൻ കോടികൾ ചെലവാക്കിക്കൊണ്ട് നടത്തിയ ഒരു നവകേരള സദസ്സ് സമാപിച്ചിട്ട് ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ ഇത്തരത്തിലുള്ള സാധാരണക്കാരായ ആളുകളെ വളരെ അവർക്കൊരു സിറ്റീവ് പോലെ വീണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നങ്ങൾ വീണ്ടും ഉദിച്ചു വരുന്നു. അപ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ നവകേരള സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സാധിച്ചില്ലെങ്കിൽ എന്തിനാണ് സർക്കാർ ഒരു സഞ്ചരിക്കുന്ന ക്യാബിനറ്റുമായി ഓരോ മണ്ഡലങ്ങളിലേക്ക് എത്തിയതിന്റെ അടിസ്ഥാനം എന്ത് ഉദ്ദേശത്തിലാണെന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ യുവജന സംഘടനകൾ അടക്കം നമ്മൾ കുറച്ച് മുമ്പ് അത് കേട്ട പോലെ യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. സാധാരണക്കാരുടെ പരാതികൾ മാത്രമല്ല, ഇപ്പോൾ ഡയാലിസിസ് രോഗികൾ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദുരിതത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. തീർച്ചയായും കോഴിക്കോട് ജില്ലയിലെ ബീച്ച് ആശുപത്രിയിൽ മാത്രം കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ കണക്കുകൾ വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് അറിയപ്പെടുന്ന സുഹൃത്തുക്കൾ നമുക്ക് തരുന്ന വിവരം. എന്തായാലും കേരളത്തിലെമ്പാടും ഇത്തരത്തിലൊരു വിഷയമുണ്ടോ എന്നുള്ള ഒരു പരിശോധനയും കൂടി നമ്മൾ ജൻ TV നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ജില്ലയിലെ ബീച്ച് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 60 രോഗികളുടെ അവസ്ഥ എന്തായാലും ദുരിതത്തിലാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും. പലരും
പുറമേ നിന്ന് പണം കടം അടക്കം വാങ്ങേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ചികിത്സയ്ക്ക് വേണ്ടി 15 ദിവസത്തെ തുകയെടുക്കുകയാണെങ്കിൽ ഏകദേശം 20,000 രൂപയിൽ മുകളിൽ മാത്രം ഒരു മാസം അവർക്ക് ചെലവിന് വേണ്ടി വരുന്നു. ഇതിൽ പലരും വീട്ടിൽ വെച്ച് തന്നെയാണ് ഈ ഡയാലിസിസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ തലത്തിൽ മറ്റ് അസംസ്കൃത വസ്തുക്കളാവട്ടെ, അതായത് അതിനോടനുബന്ധിച്ച സാനിറ്റൈസർ, ഗോസ് തുടങ്ങിയിട്ടുള്ള മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങുന്ന അടക്കം അധിക പൈസ ചെലവ് വരുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നം പരിഹരിക്കണം എന്ന് തന്നെയാണ് ഓരോ രോഗികളും ആവശ്യപ്പെടുന്നത്. ആശുപത്രിയുമായി ബന്ധപ്പെടുമ്പോൾ സ്റ്റോക്കിന്റെ അഭാവമുണ്ടെന്ന് പറഞ്ഞ് തിരിച്ച് മടക്കി അയക്കേണ്ട ഒരു സ്ഥിതിയാണ് ആശുപത്രി അധികൃതർക്കുള്ളത്. 30 ദിവസത്തേക്ക് കൊടുക്കേണ്ട മരുന്നുകൾക്ക് 15 ദിവസം മാത്രം കൊടുത്തുകൊണ്ട് അവരെ മടക്കി അയക്കുന്നു എന്ന് തന്നെയാണ് ഒരു പരാതി. ആശുപത്രി അധികൃതരും ഈ പാവപ്പെട്ട രോഗികളോട് കൈമാറുന്ന ഒരു സ്ഥിതി തന്നെയാണുള്ളത്. എന്തായാലും ഇതൊക്കെ അടുത്ത മാസത്തേക്കെങ്കിലും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ രോഗികൾ. പക്ഷേ എത്രത്തോളം അത് പ്രാവർത്തികമാകും എന്നൊരു സംശയവും ബാക്കിയാക്കുന്നുണ്ട്. ശരി, കോഴിക്കോട് ജില്ലയിലെ ഡയാലിസിസ് രോഗികളാണ് ദുരിതത്തിലായിരിക്കുന്നത്. സർക്കാരിന്റെ സഹായം ലഭിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസത്തോളമാകുന്നു. ആരോഗ്യവകുപ്പ് ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്നാണ് പറയാനുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്ന ആനന്ദനും ഒപ്പം പ്രതികരിച്ച അതിഥികൾക്കും നന്ദി.